Hello everyone, once again welcome back to 90 plus assist here. Srinarayana Guru Open University BCom ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് സബ്ജക്റ്റിന്റെ എക്സാം ഓഗസ്റ്റ് ഫസ്റ്റ് ആണ്, അതായത് നാളെയാണ്. സോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു എക്സാം ഓറിയന്റഡ് സെഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയി കാണാനായിട്ട് ശ്രമിക്കുക. എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന 10 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിന് മുൻപായി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുവാണ്. പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് സബ്ജക്റ്റിന്റെ എക്സാം ഓറിയന്റഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നോട്ട്സ് റെഫർ ചെയ്തോളൂ, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് 14 പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫയോൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. അതായത് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, unity of command, centralization and decentralization, unity of direction, subordination of individual interest, scalar chain, order, remuneration, esprit de corps, equity and initiative. ഇത്രയും പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും നിങ്ങൾ ക്ലിയർ ആയിട്ട് റെഫർ ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് സയന്റിഫിക് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ബൈ FW ടൈലർ. അതായത് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സിൽ സയൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ്. കുറച്ചുകൂടി ബ്രീഫ് ആയിട്ട് പറയുവാണെങ്കിൽ, ഓരോ ഓർഗനൈസേഷനിലെ വർക്കേഴ്സും അവരുടെ വർക്ക് ഏറ്റവും കുറഞ്ഞ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി ഏറ്റവും ബെസ്റ്റ് മെത്തേഡിലുമാണ് അവരവരുടെ വർക്ക് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗ്രൂപ്പിലുള്ള നോട്ട്സ് വെച്ച് നിങ്ങൾ റെഫർ ചെയ്ത് ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ തേർഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനിലേക്ക് മൂവ് ചെയ്യാം. മോട്ടിവേഷൻ തിയറി ഓഫ് മാസ്ലോ. ദാറ്റ് മീൻസ് മാസ്ലോസ് നീഡ് ഹെറാർക്കി തിയറി. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എബ്രഹാം ഹെറോൾഡ് മാസ്ലോയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു മാസ്ലോസ് നീഡ് ഹെറാർക്കി തിയറി. ഈ ഒരു തിയറി പ്രകാരം മോട്ടിവേഷൻ എന്നുള്ളത് ഹ്യൂമൻ നീഡ്സ് ബേസ്ഡ് ആണ്. അതായത് പൊതുവെ ഹ്യൂമൻ ബീങ്സിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ്സ് ആണ്. അതായത് നമ്മുടെ ഓരോ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മൾ അടുത്ത നീഡ്സിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഹ്യൂമൻ ബീങ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. സോ മാസ്ലോയുടെ പെർസ്പെക്റ്റീവിൽ മോട്ടിവേഷൻ എന്നുള്ളത് നീഡ്സിനെ ബേസ് ചെയ്തിരിക്കുന്നു. അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് മാസ്ലോ മോസ്റ്റ് ബേസിക് നീഡ്സ് മുതൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് നീഡ്സിനെ ഒരു ഹെറാർക്കി സ്ട്രക്ചറിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മോട്ടിവേഷൻ തിയറി ഓഫ് മാസ്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഫോർത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വാട്ട് ഈസ് മാനേജ്മെന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിൽ നോട്ട്സ് വെച്ച് നിങ്ങൾ എല്ലാം മനസ്സിലാക്കുക. ദെൻ ഫിഫ്ത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് ആൻഡ് സ്റ്റാഫിംഗ്. അതെല്ലാം ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതോടൊപ്പം അതിന്റെ ഓരോന്നിന്റെയും സ്റ്റെപ്സ് മനസ്സിലാക്കി പഠിക്കണം. ദെൻ സിക്സ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വാട്ട് ഈസ് ലീഡർഷിപ്പ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് റെഫർ ചെയ്യണം. Then seventh one, what is communication and what are the types of communication and barriers of communication. Then eighth one, level of management. അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഒന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലെ ഓരോ ലെവൽസും എന്താണെന്ന് 5 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നയൻത്ത് വൺ നോക്കാം. വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ് ആൻഡ് ടൈപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ആയിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്. അതായത് ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. ഓരോ അപ്രോച്ചിലും ഓരോ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പഠിക്കാൻ നേരം ഗ്രൂപ്പിൽ നോട്ട്സ് കൂടെ റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യുവാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പേര് പല കോഴ്സുകളുടെയും ഓൺലൈൻ ക്ലാസ്സസ് എൻക്വയറി ചെയ്തിരുന്നു. ആഫ്റ്റർ എക്സാം എല്ലാ കോഴ്സിന്റെയും ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആകും. അതോടൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റ് ആൻഡ് അസൈൻമെന്റ് സർവീസസ് കൂടെ പ്രൊവൈഡ് ചെയ്യും. സോ ആവശ്യമുള്ള സ്റ്റുഡൻസിന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് DM ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് 90 പ്ലസ് അസിസ്റ്റ് ഹിയർ ആൻഡ് സൈനിങ് ഓഫ്.